നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല, ശരിയല്ലേ? എന്നുവെച്ചാൽ നോർമൽ ട്രെയിനിലെ പോലെ ഇനി വയസ്സായവർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ആർക്കായാലും ശരി ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സുരക്ഷിതമാണെന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ യാത്ര ചെയ്തത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 5:10 പുറപ്പെട്ട് എറണാകുളത്തേക്ക് ഒരു 1:50 ആയിരുന്നു എനിക്ക് ട്രെയിൻ സമയം പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ശരിക്കും പറയാന്ന് വെച്ചാൽ ഞാൻ റീച്ചായി. അതിനൊക്കെ ഇത്തരത്തിന് ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ റീച്ചായി. പിന്നെ രാവിലെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു 10-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ തരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 2 ബിസ്ക്കറ്റും ഒരു കോഫിയും തരും. കോഫി ഉണ്ടാവും, ടീ ആവും, നമ്മുടെ ഓപ്ഷനാണത്. അതുപോലെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോഫിയുടെ ടേസ്റ്റ് കൂടെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും അവർ. ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ആയിരിക്കും. ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബുക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്കൊരു 125 രൂപയാണ് അവർ ആക്ച്വലി അതിന് ഇത് ചെയ്തത്, എന്തെന്നാൽ പേ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ കയറുമ്പോൾ തന്നെ ഒരു പേപ്പറൊക്കെ തരും. ഡെക്കൻ ഹെറാൾഡാണ് പേപ്പർ നമുക്ക് വായിക്കാനായിട്ട് തരുന്നത്. അതുപോലെ ഇവിടുന്ന് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1300 ചേഞ്ചാണ് ഒരാൾക്ക്, ഇല്ല വിത്ത് ഫുഡ്. അപ്പോൾ 1300 ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുഡ് അവിടെ ചെന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ വെച്ച് തന്നെയായിരുന്നു എനിക്ക് ഫുഡ് വേണ്ട വന്നപ്പോൾ അവർ 125 രൂപയാണ് അതിന് ചാർജ് ചെയ്തത്. അതുപോലെ തന്നെ ഭക്ഷണം സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. ഒരു എല്ലാം തന്നെ. പക്ഷേ ഇതൊക്കെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം പിന്നെ കോഫി അതെ, അതും അതൊരു നല്ല സൂപ്പർ തന്നെയായിരുന്നു. ഇൻസ്റ്റൻറ്റ് കോഫി ആയിരുന്നു നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സീറ്റ് പുഷ് ചെയ്യാനും പുൾ ചെയ്യാനും നമുക്ക് പറ്റും. ബസ്സിലൊക്കെ പോലെ തന്നെ സൂപ്പറായിരുന്നു. പൊസിഷനും അങ്ങനെ തന്നെ സൂപ്പറായിരുന്നു. പിന്നെ വാഷ്റൂം പിന്നെ പറ്റി പറയേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടിലെ പോലെ തന്നെയായിരുന്നു. സൂപ്പറായിരുന്നു. അതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം, അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ എന്നുവെച്ചാൽ എല്ലാ സ്റ്റേഷൻ വരുമ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്യും, ഇറങ്ങേണ്ട സ്ഥലം എത്തി, നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ലഗേജുകളും എല്ലാം കറക്റ്റായി എടുക്കുക, മറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എന്താ പുറത്തുള്ള കാഴ്ചകളൊന്നും പറയാൻ വേണ്ട. പുറത്തുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര സൂപ്പറാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് നോർമൽ ട്രെയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാനേ പറ്റില്ല. ആ വിൻഡോയുടെ സൈഡൊക്കെ എങ്ങനെ വരും. ഇതങ്ങനെയല്ല, സൂപ്പറായിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് പറ്റും, വീഡിയോ എടുക്കാം നമുക്ക്. അതുകൊണ്ട് അതും സൂപ്പറായിട്ട് തന്നെ നടക്കും, ആ കാര്യങ്ങളും നടക്കും. ഇനി പിന്നെ ഇതിന് കൂടുതൽ നമുക്ക് ഇനി എന്താ വേണ്ട, കാശ് കുറച്ച് കൂടുതലായിരിക്കും. അതിനേക്കാളും നമുക്ക് സേഫ്റ്റിയല്ലേ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നി. കുറച്ച് കാശ് കൂടിയാൽ എന്താ, അതിനേക്കാളും നമുക്ക് വയസ്സായവർക്കായാലും ശരി, ഇപ്പം നമുക്ക് പ്രഗ്നൻ്റ് 3 മന്ത്സ് 4 മന്ത്സിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഒരാളുടെ ഹെൽപ്പില്ലാതെ ഒരിക്കലും നമുക്ക് ട്രെയിനിൽ പോകാനായിട്ട് പറ്റത്തില്ല. അതിനെല്ലാം ഈ കുലുക്കം ഉണ്ടാവും. പക്ഷേ ഒരു കുലുക്കവും ഇല്ല. ഇത് പ്രഗ്നൻസി ആയിരുന്നാൽ കൂടെ നമുക്ക് യാത്ര നല്ലപോലെ സുരക്ഷിതമായിട്ട് ചെയ്യാം. ഇപ്പോൾ വയസ്സായവർക്കും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചില ട്രെയിനൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും ഏതൊക്കെ സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് നമ്മൾ എടുക്കണം. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ വയസ്സായവർക്ക് അറിയില്ല തന്നെ മലയാളത്തിലും എല്ലാ ലാംഗ്വേജിലും പറയും. മലയാളം, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി, അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ എനിക്കൊരു കാര്യം വേണം, എക്സ്ട്രാ വേണമെന്ന് വെച്ചത് ഇംഗ്ലീഷ് പേപ്പറാണ് അവർ വായിക്കാനായിട്ട് കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് മലയാളികൾക്ക് ഇംഗ്ലീഷിനേക്കാൾ നല്ലത് മലയാളമല്ലേ, നമുക്കതല്ലേ അധികം വായിക്കാനായിട്ട് സുഖം. അതാ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതൊരു ഓപ്ഷനാണ് എക്സ്ട്രാ എനിക്കിതിൽ വേണം എന്ന് തോന്നിയത്. പിന്നെ എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. കാശ് കുറച്ച് പോയാൽ എന്താ, നമുക്ക് വേണ്ടത് നമ്മുടെ സുരക്ഷിതമാണ്, കുട്ടികൾക്കായാലും ലേഡീസിനായാലും വയസ്സായവർക്കായാലും. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. പ്ലീസ് കമൻറ്റ് ആൻഡ് ലൈക്ക്. നമ്മുടെ ട്രെയിൻ ഇനി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ബുക്ക് ചെയ്യുക. ആർക്കെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നോർമൽ ട്രെയിനേക്കാളും ഇതേ വന്ദേ ഭാരതാണ് ഏറ്റവും സുരക്ഷിതം എന്ന് തോന്നുന്നു. നിങ്ങൾക്കോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാവരും നമ്മുടെ കമൻറ്റിൽ നിങ്ങൾ കാണിക്കണം കേട്ടോ.